ശബരിമലയിൽ ഇടത് സർക്കാർ അയ്യപ്പനോട് കാണിച്ച നെറുകേടുകളുടെ കഥകൾ എണ്ണി എണ്ണി വിവരിച്ചുകൊണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതി രഹന ഫാത്തിമയെ പോലെ ഒരു അവിശ്വാസിയെ ശ്രീകോവിലിനുള്ളിൽ കയറ്റുവാനും ബിന്ദു അമ്മിണിയെ കയറ്റാൻ വേണ്ടി കളിച്ച മറ്റേ പൊറാട്ട് നാടകം ഒരു വിശ്വാസിയും മറന്നിട്ടില്ല. ആയതിനാൽ തന്നെ ഭഗവാന്റെ മുതൽ കട്ട് കൊള്ളയടിച്ചതുപോലെ ഒരു നെറുകെട്ട കളി ഈ പാട്ടിന്റെ പിന്നിലില്ല. പോറ്റിയെ കയറ്റിയെ എന്ന പാരഡി ഗാനം ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ശബരിമലയിൽ ഇടത് സർക്കാർ അയ്യപ്പനോട് കാണിച്ച നെറുകേടുകളുടെ കഥ എണ്ണി എണ്ണി വിവരിച്ച് സോഷ്യൽ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതി രഹന ഫാത്തിമയെ പോലെ ഒരു അവിശ്വാസിയെ ശ്രീകോവിലിനുള്ളിൽ കയറ്റുവാനും ബിന്ദു അമ്മിണിയെ കയറ്റാൻ വേണ്ടി കളിച്ച മറ്റേ പൊറാട്ട് നാടകമൊന്നും തന്നെ ഈ ഒരു വിശ്വാസിയും, അതായത് ഒരയ്യപ്പ വിശ്വാസി പോലും ഇവിടെ മറന്നിട്ടില്ല. ആയതിനാൽ തന്നെ ഭഗവാന്റെ മുതൽ കട്ട് കൊള്ളയടിച്ചതുപോലെ ഒരു നെറികെട്ട കളി ഈ പാട്ടിന്റെ പിന്നിലില്ല. ശബരിമലയുടെ കഴിക്കോൽ വരെ ഊരിയെടുത്ത ജന്തു സഹാക്കൾക്ക് അവർക്ക് തോന്നാത്ത അയ്യപ്പ സ്നേഹം ഇപ്പോൾ നിങ്ങൾ ഈ പാട്ടിന്റെ പേരിൽ കാണിക്കേണ്ട അതിൽ എന്ത് അവിശുദ്ധി അല്ലെങ്കിൽ എന്താണ് അതിലുള്ളതെന്നതാണ് അവർ ഈ ഒരു വിമർശനത്തിലൂടെ അല്ലെങ്കിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ഇടത് സഹാക്കളോടടക്കം ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇടത് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് ഈ ഒരു പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഹിന്ദു വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്നും അയ്യപ്പന്റെ പേര് പലതവണ ആ പാരഡി ഗാനത്തിനോടൊപ്പം തന്നെ ആവർത്തിച്ച് പറയുന്നത് അയ്യപ്പനെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നുള്ള അഭിപ്രായങ്ങളടക്കം ഇപ്പോൾ സൈബർ ഇടത്തിൽ വലിയ രീതിയിൽ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു പോസ്റ്റ് ശ്രദ്ധ നേടുന്നത്. എന്നാൽ ഇതൊന്നും സഹിക്കാൻ കഴിയാത്ത ഇടത് പാളയങ്ങളിലെ അല്ലെങ്കിൽ ഇടത് പാളയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഹാൻഡിൽമാർ ആകട്ടെ ഇത്തരത്തിൽ ചില കുത്തിത്തിരിപ്പും വർഗീയവാദവും അഴിച്ചുവിടുകയാണ് എന്നതാണ് പൊതുവിലെ മറ്റൊരു വിമർശനമായി തന്നെ ഉയർന്നു വരുന്നത്. ഈ പാരഡി ഗാനം കേസായ പശ്ചാത്തലത്തിൽ കൂടിയാണ് അഞ്ജു പാർവതി ഇത്തരമൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അവരുടെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഇടത് പാളയങ്ങൾ പുതിയൊരു കുത്തിത്തിരിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്നല്ലേ? സ്വർണം കട്ടവൻ ആരപ്പ, സഹാക്കളാണേ അയ്യപ്പ എന്ന പാട്ട് എഴുതിയതും പാടിയതും ഒരു മുസ്ലിം ആണെന്ന തിരുട്ടുവാദം ക്യാപ്സ്യൂൾ രൂപത്തിൽ ഇറക്കി ഒരു ഇരവാദം സെറ്റ് ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്. നടക്കില്ല കമ്മികളെ, ആ പായ അങ്ങട് മടക്കിക്കോളിൻ. ഇതുപോലെ കമ്മികളുടെ ആസനം പൊള്ളിച്ച മറ്റൊരു പാരഡി ഗാനമില്ല. ഈ ഒരു പാരഡി കേട്ടിട്ട് ഒരു വിശ്വാസ ഹിന്ദുവിൻ്റെയും ചങ്ക് പിളരില്ല. കാരണം നീയൊക്കെ കാണിച്ച മറ്റേ നാണംകെട്ട കളിയില്ലേ, ആ റഹനയെ പോലെ ഒരു അവിശ്വാസിയെ ശ്രീകോവിലിൽ കയറ്റാൻ കളിച്ച കളി, അമ്മിണിയെ കയറ്റാൻ വേണ്ടി കളിച്ച മറ്റേ പൊറാട്ട് നാടകം ഒരു വിശ്വാസിയും മറന്നിട്ടില്ല. അതേപോലത്തെ നികൃഷ്ടത ഈ പാരഡിക്കില്ല കേട്ടോ കമ്മികളെ. ഭഗവാന്റെ മുതൽ കട്ട് കൊള്ളയടിച്ചതുപോലെ ഒരു നെറികെട്ട കളി ഈ പാട്ടിന്റെ പിന്നിലില്ല. ശബരിമലയുടെ കഴിക്കോൽ വരെ ഊരിയെടുത്ത ജന്തു സഹാക്കൾക്ക് തോന്നാത്ത അയ്യപ്പ സ്നേഹം ഇപ്പോൾ നീയൊക്കെ ഈ പാട്ടിന്റെ പേരിൽ കാണിക്കണ്ട. നിന്റെയൊക്കെ സഹാപ്പി നേതാവ് ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോൾ എന്ത് കൈയടിച്ചവന്മാർക്കിപ്പോൾ ഈ പാരഡി കേട്ടിട്ട് സഹിക്കുന്നില്ല എങ്കിൽ അതൊരു കാരണമേ ഉള്ളൂ. നിന്റെയൊക്കെ ആ പാട്ടിലെ വരികൾ കൃത്യമായിട്ട് കൊള്ളിയുണ്ടെടുത്ത് കൊണ്ടുവന്നത്. മൂട്ടിൽ ആകെ പൊള്ളി ഇപ്പോൾ ഇരിക്കുവാനും കിടക്കുവാനും വയ്യാത്ത അവസ്ഥയായി അല്ലേ? പണ്ടും ഇതേ ട്യൂണിൽ ഇലക്ഷൻ ടൈമിൽ ഇവിടെ പാരഡി ഉണ്ടായിട്ടുണ്ട്. അത് എഴുതിയതും നാദിർഷ എന്ന മുസ്ലിമാണ്. അന്ന് ആ പാരഡി നീയൊക്കെ ഇറക്കിയത് കോൺഗ്രസിനെതിരെയായിരുന്നു. മന്ത്രിയെ പയ്യപ്പോ ലീഡറെ എന്ന് അന്ന് പാടിയപ്പോൾ ഒരു വ്രണവും പൊട്ടിയില്ല അല്ലേ? മുറജപത്തെ തെറിജപം എന്ന് വിളിക്കാൻ ഉത്സാഹം കാണിച്ചവന്മാർക്കിപ്പോൾ ലീഗ് ഒരു പാട്ടിറക്കിയത് കണ്ടപ്പോൾ നൊന്തുവെന്ന്. എൻ്റെ മോനെ, എന്തൊരു സങ്കടം! ഇടത് പേനയുന്തി ഹിന്ദുക്കൾ അയ്യപ്പ സ്വാമിയെ അപമാനിച്ചതുപോലെ ഒരു ലീഗുകാരനും ഇതുവരെ സ്വാമിയെ അപമാനിച്ചിട്ടില്ല. ശ്രീകോവിലിൻ്റെ നടയിൽ പോയി മറ്റുള്ളവരെ, അതായത് ഭക്തരെ മറയ്ക്കുവാനും വിധം കയറി നിന്നുകൊണ്ട് കൈകൂപ്പാതെ ശാന്തി നൽകുന്ന തീർത്ഥം വാങ്ങാതെ ഡോഗ് ഷോ കാണിക്കുന്ന ഹിന്ദു ശകാക്കൾ ചെയ്തതുപോലെ ഒന്നും തന്നെ അഹിന്ദുവായ ഒരു വിശ്വാസിയും ആ നടയിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ടിപ്പോൾ നീയൊക്കെ ഇറക്കുന്ന മറ്റേ ഇരവാദ അയ്യപ്പ സ്നേഹമുണ്ടല്ലോ, അത് നാലായിട്ട് മടക്കി ആസനത്തിൽ തിരികിക്കോ. ഇനി നീയൊക്കെ എത്ര അയ്യപ്പ സ്നേഹം കാണിച്ചാലും ആ പരിശുദ്ധ മാലയും മൂർത്തിയെയും വെച്ച് നിന്റെയൊക്കെ ഭരണകൂടം കാണിച്ച നെറുകേടുണ്ടല്ലോ, അതൊരു വിശ്വാസിയും പൊറുക്കില്ല, മറക്കില്ല. കേരളക്കര ഒന്നാകെ നെഞ്ചിൽ കയറ്റിയ സഹാക്കളുടെ ആസനത്തിൽ ഗുണ്ട് പൊട്ടിച്ച ആ വരികൾ വീണ്ടും ഒന്ന് പോസ്റ്റുന്നു. പോറ്റിയെ കയറ്റിയെ, സ്വർണം ചെമ്പായി മാറ്റിയെ, സ്വർണം കട്ടവൻ ആരപ്പ, സഹാക്കളാണേ അയ്യപ്പ. എഴുതിയ ആൾക്കും പാടിയ ആൾക്കും ഏറ്റെടുത്ത ഓരോരുത്തർക്കും ബിഗ് സല്യൂട്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.